ലോകം ഒരു ചെറിയ ഗ്രാമമാണ് നമ്മൾ എപ്പോഴും പറയും. ഒരു ചെറിയ വില്ലേജ്, ഒരു ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ എവിടെ പൊട്ടലുണ്ടായാലും വളപ്പൊട്ടലുണ്ടായാലും മിന്നലാക്രമണം ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇപ്പോൾ പശ്ചിമേഷ്യയിലും മധ്യപൂർവേഷ്യയിലും നടക്കുന്ന ഈ യുദ്ധകാകളത്തിൻ്റെ അലോസരം ഈ കൊച്ചു കേരളത്തിലേക്കും വന്നിരിക്കുന്നു, ഇന്ത്യയിലേക്കും വന്നിരിക്കുന്നു. നമ്മുടെ വീട്ടകങ്ങളിലേക്ക് ഇതിൻ്റെ സ്വാധീനം വരുന്നു. പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ വൻ വർധനയുണ്ടായിരിക്കുന്നു. ഇനി ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില 60 രൂപ കൂടി. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ 115 രൂപയും ഇന്നു മുതൽ അധികം നൽകണം. യുദ്ധത്തിൻ്റെ പ്രത്യക്ഷമായ ഫലം നമ്മുടെ അടുക്കളയിലെ വീട്ടമ്മമാരും വീട്ടച്ഛന്മാരും അനുഭവിക്കാൻ പോകുന്നു. ലാൽ കൃഷ്ണൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലാൽ, എന്തായാലും നേരം വെളുക്കുമ്പോൾ വീട്ടമ്മയുടെ ഉറക്കം കിട്ടുന്ന പരിപാടിയായിരിക്കും. നമ്മുടെ 24 ആർമി ഗ്രൗണ്ടിലുണ്ടെന്ന് എനിക്കറിയാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ ലാൽ കൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. ശരിക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ലാത്തൊരു മോർണിംഗ് ആയിപ്പോയി. കാരണം രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴായിരിക്കും പല വീട്ടമ്മമാരും വീട്ടച്ഛന്മാരും ഈ വാർത്ത അറിയുന്നത് ഗ്യാസിന് വില കൂടി എന്നുള്ളത്. സാധാരണഗതിയിൽ 1-ാം തീയതിയാണ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് ഗ്യാസിന് വില കൂടാറുള്ളത്. ആ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുള്ളത്. അങ്ങനെ ഈ മാർച്ചിൽ 1-ാം തീയതിയും വില കൂടിയിരുന്നു. അത് പക്ഷേ വാണിജ്യ ഗ്യാസിന് മാത്രമായിരുന്നു. 29 രൂപയാണ് കൂടിയത്. സ്വാഭാവികമായിട്ടും അപ്പം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് വില കൂടില്ല എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. മാത്രമല്ല യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധ സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടില്ല, അതിൻ്റെ ആശങ്കയൊന്നും വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം മുമ്പ് വരെ മന്ത്രാലയത്തിനുള്ള അറിയിപ്പും മറ്റു കാര്യങ്ങളും വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസമൊക്കെ നമുക്കുണ്ടായിരുന്നു. കാറിലൊക്കെ ഇച്ചിരി പെട്രോൾ കൂടുതൽ അടിച്ചാലോ ബൈക്കിൽ ഫുൾ ടാങ്ക് അടിച്ചാലോ എന്നൊക്കെ ആലോചിച്ച മനുഷ്യന്മാർ ഒരുപാടുണ്ട്. എന്നാലും അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ അവസാനം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാർത്ത വരുന്നത്, ഗ്യാസിന് വില കൂട്ടുകയാണ് എന്നുള്ളത്. അത് ക്ഷാമത്തിൻ്റെ പുറത്താണോ എന്ന് പറയുന്നില്ല, പക്ഷേ യുദ്ധം ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മന്ത്രാലയം പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ഉള്ള അറിയിപ്പ് അനുസരിച്ച് 60 രൂപയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് കൂടിയത്. അത് മാത്രമല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വിലയിലും 115 രൂപ കൂടിയിട്ടുണ്ട്. ഓൾറെഡി അത് 1000 രൂപയുടെ മുകളിൽ തന്നെയാണ്. ആ വില പിന്നെയും കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വില എന്ന് പറയുന്നത് 1000 രൂപയോട് അടുക്കുന്ന ഒരു അവസ്ഥയും കൂടി എത്തിയിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യുദ്ധം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതോടുകൂടി വില കുറയുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇനിയുള്ള സാധനങ്ങളുടെ വില വർധനവിനെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. ഓൾറെഡി ഒരു വിലക്കയറ്റം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നിൽക്കുന്നതിനിടയിലാണ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വില കൂടാൻ പോകുന്നത്. അത് പെട്രോളിയം പ്രോഡക്റ്റുകളെല്ലാം കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ റഷ്യയുടെ ഒരു എണ്ണക്കപ്പൽ റഷ്യയിൽ നിന്നുള്ളൊരു എണ്ണയുമായിട്ടുള്ള കപ്പൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പെട്രോളിയം പ്രോഡക്റ്റിന് വില കൂടില്ല എന്നൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം സാഹചര്യമാണോ നിലവിലുള്ളത്, അത് വില കൂടാനുള്ള കാര്യമാകുമെന്ന് അറിയില്ല. എന്തായാലും 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ട വില വർധനവിനെ പെട്ടെന്ന് മാറി നിന്നിട്ട് പെട്ടെന്ന് വില വർധനവിന് കാരണമുണ്ടായത് ഈ യുദ്ധ സാഹചര്യം തന്നെയാണ്. ആ വില വർധനം ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷേ വില പെട്ടെന്ന് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്നലെ വൈകിട്ട് ഇറക്കിയ പത്രക്കുറിപ്പിലൂടെ തന്നെ അറിയിക്കുകയായിരുന്നു. കൊച്ചി നഗരത്തിൽ തന്നെ 950 രൂപയുടെ അടുത്തേക്കാണ് ഇപ്പോൾ ആ വില എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.